ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. ദേശീയ റെക്കോർഡ് എറിഞ്ഞു വീഴ്ത്തി ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗിൽ 90.23 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് ചോപ്ര ജൂലിയൻ വെബറിന് പിന്നാലെ 2ാം സ്ഥാനം നേടിയത്. ഇതാദ്യമായാണ് ചോപ്ര 90 മീറ്റർ ദൂരം ഭേദിച്ചത്. ഇതുവരെ 2022 സ്റ്റോക്ക്ഹോമിൽ എറിഞ്ഞ 89.94 മീറ്ററായിരുന്നു നീരജിന്റെ വ്യക്തിഗത റെക്കോർഡ്. 2020 ഒളിമ്പിക്സിലും 2023 ലോക ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് 2024 ഒളിമ്പിക്സിലും 2022 ലോക ചാമ്പ്യൻഷിപ്പിലും വെള്ളി മെഡലും കരസ്ഥമാക്കി. ദോഹയിലെ പ്രകടനം കൂടാതെ പോളണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും നീരജ് ഈ സീസണിൽ വെള്ളി കരസ്ഥമാക്കിയിരുന്നു. ഹോക്കി ഇന്ത്യ എക്സിക്യൂട്ടീവ് ബോർഡ് മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. യോഗത്തിൽ പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ദിലീപ് കുമാർ ടിർക്കി, സെക്രട്ടറി ജനറൽ ഭോലാനാഥ് സിംഗ്, ട്രഷറർ ശേഖർ ജെ മനോഹരൻ അടക്കമുള്ളവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒളിമ്പിക് ഡേ റൺ സംഘടിപ്പിക്കാൻ ഒരുങ്ങി കേരള ഒളിമ്പിക് അസോസിയേഷൻ. കൂട്ടയോട്ടം ജൂൺ 23 വൈകുന്നേരം 4 മണിക്ക് മാനവീയം വീതിയിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാനിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 2025 മികച്ച വനിതാ തായ്ക്കൊണ്ടോ താരത്തിനുള്ള ഗാല അവാർഡ് കേരളത്തിന്റെ മാർഗരറ്റ് മറിയ റെജി സ്വന്തമാക്കി. ഇൻഡോറിൽ നടന്ന ദേശീയ സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള പെൺകുട്ടികൾ വെള്ളി മെഡൽ നേടി. ഫൈനലിൽ ശക്തരായ ഹരിയാനയോട് 16-12 പൊരുതി തോറ്റാണ് കേരളം 2ാമതെത്തിയത്. സെമി ഫൈനലിൽ ഉത്തർപ്രദേശിനെ 35-20 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. ഹരിയാനയിൽ നടന്ന അണ്ടർ 17 ദേശീയ റെസ്ലിംഗ് 73 കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിന്റെ ഫിദ ഫാത്തിമ 3ാം സ്ഥാനം നേടി. കണ്ണൂർ GV രാജ സ്പോർട്സ് സ്കൂൾ +1 വിദ്യാർത്ഥിനിയായ ഫിദ തൃശൂർ സ്വദേശികളായ ഇക്ബാൽ സഹീറ ദമ്പതികളുടെ മകളാണ്. പോയ വാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.